നമസ്കാരം, ഞാൻ ഡോക്ടർ അഞ്ജലി. ആയുർവേദ കൺസൾട്ടന്റ് വർക്കിംഗ് വിത്ത് ആയുഷ് ശക്തി ഇൻ മുംബൈ. ധാരാളം ആളുകളുണ്ട് തടി കുറയ്ക്കാനായിട്ട് അല്ലെങ്കിൽ ഷുഗർ നന്നായിട്ട് കൺട്രോൾ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ട് അരിഭക്ഷണം നന്നായിട്ട് ഒഴിവാക്കി ചപ്പാത്തി അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കുറേ ആൾക്കാരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഈ വെറുതെ ഇങ്ങനെ ചപ്പാത്തി കഴിക്കുന്ന സമയത്ത് നമുക്ക് പ്രത്യേകിച്ച് അതിൽ നിന്നൊരു ആരോഗ്യ ഗുണങ്ങളൊന്നും കിട്ടാനൊന്നുമില്ല. ന്യൂട്രീഷൻസ് ആണെങ്കിലും ആരോഗ്യ ഗുണങ്ങളും പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. പക്ഷേ ഈ കഴിക്കുന്ന ചപ്പാത്തി തന്നെ ധാരാളം ആരോഗ്യ ഗുണങ്ങൾ നമുക്ക് തരികയാണെങ്കിൽ അത് എത്രത്തോളം നല്ലൊരു കാര്യമായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ അങ്ങനെ നമ്മൾ ഈ കഴിക്കുന്ന ചപ്പാത്തിനെ കുറച്ചും നല്ല രീതിയിൽ ആരോഗ്യ ഗുണങ്ങളാക്കുന്ന ഒരു 5 പവർഫുൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന സമയത്ത് ആട്ടയിൽ നമ്മളിങ്ങനെ കുഴച്ചുണ്ടാക്കുകയാണെങ്കിൽ ധാരാളം ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനെ നന്നായിട്ട് ചെറുക്കുന്നതിനും എന്തെങ്കിലും രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ നന്നായിട്ട് സംരക്ഷിക്കാനും വളരെയധികം സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ കാര്യങ്ങൾ, എങ്ങനെയൊക്കെയാണ് നമ്മളിത് ഉപയോഗിക്കുക, ഈ കാര്യങ്ങളുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള എല്ലാ കാര്യങ്ങളും അറിയാനായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. അപ്പോൾ ഞാനിവിടെ പറയാൻ പോകുന്ന ഈ 5 ഇൻഗ്രീഡിയൻസിന് ധാരാളം മെഡിസിനൽ പ്രോപ്പർട്ടീസും അടങ്ങിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടിയാണ്. ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റ് നോക്കുകയാണെങ്കിൽ മറ്റൊന്നുമല്ല ഉലുവ എന്ന് പറയുന്നത്. ഉലുവ എന്ന് പറയുമ്പോൾ നമ്മുടെ ഭക്ഷണത്തിനൊരു ടേസ്റ്റ് കൂട്ടുക എന്നതിനേക്കാൾ കൂടുതൽ ധാരാളം ഹെൽത്ത് ബെനിഫിറ്റ്സും ഇതിലൂടെ നമുക്ക് ലഭിക്കുന്നൊരു കാര്യം കൂടിയാണ്. ആദ്യത്തെ ഒരു ഗുണം നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഷുഗറിന്, നമ്മുടെ ശരീരത്തിലത്തെ ഷുഗർ ലെവലിനെ നന്നായിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഏറ്റവും നല്ലൊരു കാര്യമായിട്ടാണ് നമ്മൾ ഉലുവേനെ കണക്കാക്കുന്നത്. ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു ഇൻസുലിൻ പ്രൊഡക്ഷനെ നന്നായിട്ട് കൂട്ടുകയും ഇതിലൂടെ ശരീരത്തിലത്തെ ഷുഗർ ലെവലിനെ നന്നായിട്ട് കൺട്രോൾ ചെയ്യാനും ഉലുവയ്ക്ക് നല്ലൊരു കഴിവുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഡൈജഷൻ നന്നായിട്ട് കൂട്ടുന്നതിനും കഴിച്ച ഭക്ഷണമൊക്കെ നന്നായിട്ട് ദഹിക്കാനും മെറ്റബോളിസം നന്നായിട്ട് കൂട്ടാനും ഇത് സഹായിക്കുന്നത് കൊണ്ട് തന്നെ തടി കുറയ്ക്കാനുള്ളവരാണെങ്കിൽ ഉലുവ നന്നായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സഹായിക്കും. ഇതെങ്ങനെ യൂസ് ചെയ്യാമെന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വലിയ പണിയൊന്നുമില്ല. നമ്മൾ കുറച്ചൊന്ന് ഉലുവ എടുത്തിട്ട് ഒരു പാനിൽ വെച്ച് നന്നായിട്ട് ഫ്രൈ ചെയ്യുക. എന്നിട്ട് ഒരു മിക്സിയുടെ ജാറിൽ വെച്ചിട്ട് നന്നായിട്ട് പൊടിച്ചിട്ട് ഒരു കണ്ടെയ്നറിൽ വെച്ച് നമ്മൾ സൂക്ഷിച്ച് വെക്കുക. എപ്പോഴൊക്കെയാണ് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് നമ്മൾ ഇതിൽ നിന്ന് 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ വരെ നമുക്ക് ഉപയോഗിക്കാം. എന്നിട്ട് കുഴച്ചിട്ട് നമ്മൾ നോർമലായിട്ട് ചപ്പാത്തി ഉണ്ടാക്കുക. ഒരു കാര്യം നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ടത്, ഉലുവ എന്ന് പറയുന്നത് കുറച്ചൊന്നൊരു കൈപ്പരസം നൽകുന്നതായതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം നിങ്ങൾ കുറച്ചൊന്ന് യൂസ് ചെയ്യുക. എന്നിട്ട് ടേസ്റ്റ് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പതുക്കെ ഒരു ടേബിൾ സ്പൂൺ വരെ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാവുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ ഞാനിത് കൂടുതലായിട്ടും നിങ്ങൾ ഡയബറ്റിക് പേഷ്യൻസ് ആണ്, പ്രീ ഡയബറ്റിക് ആയിട്ടുള്ള ഒരാളാണ്, വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ്, ചപ്പാത്തിയാണ് നിങ്ങൾ കഴിക്കുന്നതെങ്കിൽ ഈ ഒരു രീതിയിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചപ്പാത്തി കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം. നല്ലൊരു ബെനിഫിറ്റ്സ് ആയിരിക്കും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കുക. രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റ് ആണ് ഫ്ലാക്സീഡ്, ചണവിത്ത് എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ ഒട്ടുമിക്ക വീഡിയോസിലും ചണവിത്തിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇപ്പോഴും ഉൾപ്പെടുത്താത്ത ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഉൾപ്പെടുത്തണം. കാരണം അത്രയും നല്ലൊരു സൂപ്പർ ഫുഡായിട്ട് നമുക്ക് കണക്കാക്കാനായിട്ട് സാധിക്കും. ചണവിത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള 2 ഗുണങ്ങൾ നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ ഒരു ഹാർട്ട് ഹെൽത്തിനും അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾക്ക് ജോയിൻസിൽ എന്തെങ്കിലും വേദന പോലെയുള്ള കാര്യങ്ങളുണ്ടെങ്കിലും മെയിനായിട്ട് നിങ്ങൾക്ക് ചണവിത്തിനെ നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇപ്പം നിങ്ങൾക്ക് ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്, ജോയിൻസിൽ വേദനയുണ്ട്, നെർവ്സിൽ അതായത് ഞരമ്പുകളിൽ വേദനയുണ്ട്, മസിൽസിൽ വേദനയുണ്ട് എന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്കതിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ചണവിത്ത് നന്നായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഈ ചണവിത്തിൽ ഒമേഗ 3 ഫാറ്റി ആസിഡ്സും അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇപ്പം നിങ്ങൾക്ക് ജോയിൻസിൽ തേയ്മാനം പോലെയുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ നന്നായിട്ട് കുറച്ച് ഫ്ലെക്സിബിലിറ്റി നന്നായിട്ട് കൂട്ടുന്നതിനും ബിപിനെ നന്നായിട്ട് കൺട്രോൾ ചെയ്യുന്നതിനും ഹാർട്ടിനെ നന്നായിട്ട് ഹെൽത്തി ആക്കി വെക്കാനും ഞരമ്പുകൾക്ക് നന്നായിട്ട് ശക്തി കൂട്ടാനും ഇതിന് നല്ലൊരു കഴിവാണുള്ളത്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ഉപയോഗിക്കാമെന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, നമ്മൾ കുറച്ച് ചണവിത്തെടുത്തിട്ട് നന്നായിട്ട് അതിനെ റോസ്റ്റ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് പൊടിച്ചിട്ട് ഒരു കണ്ടെയ്നറിൽ വെച്ചിട്ട് നമ്മൾ എപ്പോഴൊക്കെയാണ് ചപ്പാത്തി ഉണ്ടാക്കുന്നത് വെച്ചാൽ ആ ഒരു സമയത്ത് നമ്മൾ ഉപയോഗിക്കണം. ഏകദേശം ഒരു ഐഡിയ പറയുകയാണെങ്കിൽ 4 ചപ്പാത്തിക്ക് 1 ടേബിൾ സ്പൂൺ ചണവിത്ത് എന്നുള്ളൊരു അളവിൽ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ആ ഒരു രീതിയിൽ നമ്മൾ ഉണ്ടാക്കാനായിട്ട് നോക്കുക. അപ്പോൾ ഈ ചപ്പാത്തി ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ നല്ലൊരു ഒരു സ്വാദായിരിക്കും, ഒരു പ്രത്യേക ഒരു സ്വാദ് നമുക്ക് ഇതിൽ വരാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നതുമായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇന്ന് മുതൽ നിങ്ങൾ ചപ്പാത്തിക്ക് ഉണ്ടാക്കുന്ന സമയത്തോ അല്ലെങ്കിലോ ചണവിത്ത് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ കൂടി നോക്കുക. ഇനി മൂന്നാമത്തെ ഇൻഗ്രീഡിയൻ്റ് ആണ് അയമോദകം. ഇപ്പം നമുക്ക് വയറ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ, ഗ്യാസ് പോലെയുള്ള കാര്യങ്ങൾ, അസിഡിറ്റി, എരിച്ചിൽ പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇത് നമ്മുടെ വയറ് സംബന്ധമായിട്ടുള്ള പല പ്രശ്നങ്ങളെ നന്നായിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് വളരെയധികം സഹായിക്കും. ഇതും നമുക്ക് ഉപയോഗിക്കാനായിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല, ചൂടാക്കിയിട്ട് നമ്മൾ പൊടിച്ചിട്ട് വെച്ചതിന് ശേഷം നമുക്കിത് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അയമോദകം എന്ന് പറഞ്ഞാൽ കുറച്ചൊന്ന് സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്മെല്ലായതുകൊണ്ട് തന്നെ ചിലർക്ക് എല്ലാവർക്കും ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. അപ്പോൾ നമ്മൾ വളരെ കുറച്ച് മാത്രം ആദ്യം ഉപയോഗിക്കുക.
എന്നിട്ട് അതിൻ്റെ ടേസ്റ്റ് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചൊന്ന് കൂട്ടി ഉപയോഗിക്കാവുന്നതുമാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 1/2 കിലോ ആട്ടയ്ക്ക് നിങ്ങൾ 1 ടേബിൾ സ്പൂൺ എന്നുള്ളൊരു കണക്കിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കൊരു സേഫായിട്ട് നല്ലൊരു ടേസ്റ്റിൽ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ആരെങ്കിലും ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ എരിച്ചിട്ട് പോലെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾ ചപ്പാത്തിയിൽ ഉപയോഗിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി 4ാമത്തെ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് എള്ള്. എള്ളെന്ന് പറയുന്നത് നമ്മുടെ എല്ലുകളുടെ ബലത്തിനും അതുപോലെ തന്നെ ഓവറോൾ ഹെൽത്തിനും നല്ല രീതിയിൽ സഹായിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ എല്ലുകളൊക്കെ നന്നായിട്ട് സ്ട്രോങ് ആക്കി വെക്കാനും ഹെൽത്തി ആക്കി വെക്കാനും എള്ളിന് നല്ല കഴിവുണ്ട്. പിന്നെ ഈ എള്ളെന്ന് പറയുന്ന ഒരു കാര്യം കുറച്ചൊന്ന് ചൂടായിട്ടുള്ളത് കൊണ്ട് തന്നെ കൂടുതലായിട്ടും തണുപ്പുള്ള സമയങ്ങളിലൊക്കെ എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി ഒന്ന് സേഫ് ആയിട്ട് ഉണ്ടാകുക. പിന്നെ ഇതെങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിവിടെ എടുക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ഉണ്ടല്ലോ സെയിം പ്രോസസ്സ് തന്നെയാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ ചൂടാക്കി പൊടിച്ച് വെച്ചിട്ട് തന്നെയാണ് എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത്. സെയിം പ്രോസസ്സ് തന്നെ നമ്മൾ എള്ളിലും ചെയ്യുക. കുറച്ച് എള്ള് എടുത്തിട്ട് നന്നായിട്ട് ചൂടാക്കുക, എന്നിട്ട് അത് പൊടിച്ച് നമ്മളൊരു കണ്ടെയ്നറിൽ വെച്ചിട്ട് എപ്പോഴാണ് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് നമ്മൾ ഉപയോഗിക്കുക. ഏകദേശ കണക്ക് പറയുകയാണെങ്കിൽ ഒരു 1/2 കിലോന് 1 ടീസ്പൂൺ അല്ലെങ്കിൽ 2 ടീസ്പൂൺ എന്നുള്ള രീതിയിൽ കണക്കിൽ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് പറ്റും. കൂടുതലായിട്ടും കാൽഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസി ഉള്ളവർ, എല്ലുകൾക്ക് ബലക്കുറവുള്ളവർ, ഈ ആർത്തവം നിന്നിട്ടുള്ള സ്ത്രീകളൊക്കെ ഉണ്ടാകും, മെനോപോസ് ആയിട്ടുള്ള സ്ത്രീകൾ, അവരും തീർച്ചയായിട്ടും ഈ എള്ള് ഇങ്ങനെ അല്ലെങ്കിൽ നേരിട്ടുള്ളൊരു ഫോമിൽ തീർച്ചയായിട്ടും ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. ധാരാളം ഹെൽത്ത് ബെനിഫിറ്റ്സ് നൽകുന്ന ഒരു കാര്യം കൂടി ആയിരിക്കും ഇത്. ഇനി അവസാനത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ പവർഫുൾ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് പറയാൻ പോകുന്നത്. മറ്റൊന്നുമല്ല, മുരിങ്ങയുടെ ഇല. മുരിങ്ങയുടെ ഇലയിൽ വൈറ്റമിൻ എ, വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ, കാൽഷ്യം, പൊട്ടാഷ്യം, ഫൈബർ, അതുപോലെ തന്നെ പ്രോട്ടീൻ എന്നീ പറയുന്ന മിനറൽസും വൈറ്റമിൻസും ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ഒരു കലവറയാണ് മുരിങ്ങ എന്ന് പറയുന്നൊരു കാര്യം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി, ശരീരത്തിലത്തെ ഇമ്മ്യൂണിറ്റി നന്നായിട്ട് കൂട്ടുന്നതിനും ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് തന്നെ ശരീരത്തിൽ ഇപ്പോൾ എന്തെങ്കിലും നീർക്കെട്ട് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ നന്നായിട്ട് കുറച്ച് നല്ല രീതിയിൽ ഒരു രോഗപ്രതിരോധ ശേഷി നൽകുന്ന ഒരു കാര്യം കൂടി ആയിട്ടാണ് നമ്മൾ മുരിങ്ങയുടെ ഇലയെ കണക്കാക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ മാർക്കറ്റിലൊക്കെ നമുക്ക് ധാരാളം മുരിങ്ങയുടെ ഇലയുടെ പൗഡറൊക്കെ വളരെ ഈസി ആയിട്ട് കിട്ടുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ ഇത് ഉപയോഗിക്കാനായിട്ട് നമ്മൾ ആട്ടയ്ക്ക് ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ വഴി ടീസ്പൂൺ നിങ്ങൾ അത്രയും ഉപയോഗിക്കുക. കാരണം വളരെ കുറച്ച് മാത്രം ആദ്യം ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം കുറച്ചൊന്നൊരു കൈപ്പരസം കൊടുക്കുന്നതുള്ളതുകൊണ്ട് എല്ലാവർക്കും അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് മാത്രം ഉപയോഗിക്കുക. ശേഷം നമുക്കത് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ നമ്മളത് കുറച്ചൊന്ന് ഡോസ് കൂട്ടി ഉപയോഗിക്കാവുന്നതുമാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള ഈ 5 ഇൻഗ്രീഡിയൻസും നമ്മൾ ചപ്പാത്തിയിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ചപ്പാത്തി എന്ന് പറയുന്ന ഒരു കാര്യം ഒരു മെഡിസിൻ്റെ രൂപത്തിലായിട്ട് മാറുകയാണ് ചെയ്യുക. അപ്പോൾ ഇതെങ്ങനെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാമെന്ന് ചോദിക്കുമ്പോൾ നിങ്ങളൊരു 10 ദിവസം കുറച്ച് നാൾ ഉലുവ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഒരു 10 ദിവസം മുരിങ്ങയുടെ ഇല, അല്ലെങ്കിൽ ഒരു 10 ദിവസം അയമോദകം, അങ്ങനെ മാറ്റി ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ബോറും എടുക്കില്ല, നല്ലൊരു ടേസ്റ്റിൽ അല്ലെങ്കിൽ ഒരു ഹെൽത്തി ആയിട്ടൊരു വേയിൽ ചപ്പാത്തി കഴിക്കാനും പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഉപയോഗിക്കാം, എല്ലാ പൊടികളും നിങ്ങൾക്ക് പൊടിയാക്കി വെക്കുക. 2 ദിവസം കൂടുമ്പോഴും അല്ലെങ്കിൽ ഓരോ ദിവസം കൂടുമ്പോഴും അങ്ങനെ മാറ്റി ഉപയോഗിക്കാവുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇത് ട്രൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം നമ്മൾ മിക്ക വീടുകളിലും കണ്ടുവരുന്നതാണ് ചപ്പാത്തിക്ക് എന്ന് പറയുന്നൊരു കാര്യം. അപ്പം അതിൻ്റെ കൂടി ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്യുക മാത്രമേ വേണ്ടൂ. ധാരാളം ബെനിഫിറ്റ്സും അതിലൂടെ കിട്ടുന്നുണ്ടെങ്കിൽ അത്രയും നല്ലൊരു കാര്യമല്ലേ. അപ്പോൾ എല്ലാവരും യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. വീഡിയോ ഇൻഫോർമേറ്റീവ് ആയി തോന്നുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കരുത്. ചാനലിൽ പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി ശ്രദ്ധിക്കണം. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.